നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന ബോർഡർ ഗവാസ്കർ ട്രോഫിയുടെ 5ാം ടെസ്റ്റിൻ്റെ 2ാം ദിവസം നമ്മൾ വളരെ സംഭവബഹുലമായ ഒരു ദിവസമായിട്ട് വേണം അതിനെ വിശേഷിപ്പിക്കാൻ. 15 വിക്കറ്റുകൾ വീണ ദിവസമാണ്. ഓസ്ട്രേലിയയുടെ 9 വിക്കറ്റ്, ഇന്ത്യയുടെ 6 വിക്കറ്റ്. കിങ് കോഹ്ലി ബാറ്റിങ്ങിൽ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്ന നിരാശജനകമായ കാഴ്ച. 6 റൺസാണ് അദ്ദേഹം എടുത്തത്. ഒരിക്കൽ കൂടി ഔട്ട്സൈഡ് ഓഫ് അദ്ദേഹം എഡ്ജ് ചെയ്യുന്നു, സ്ലിപ്പിലേക്ക് ക്യാച്ച് ചെയ്ത് കണ്ടു മടുത്തു. കോഹ്ലി തന്നെ മടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരാശയും ആ ഒരു യെല്ലിങ്ങും ആ ഒരു നിരാശയുടെ ജസ്റ്ററും ഒക്കെ നമ്മൾ കണ്ടു. ബൂംറയ്ക്ക് പരിക്ക്. അദ്ദേഹം 2ാം സെഷനിൽ ആദ്യ ഓവർ എറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യ ഓവറിന് ശേഷം അദ്ദേഹം പിന്നെ ബൗൾ ചെയ്യാൻ വേണ്ടി മടങ്ങി വന്നില്ല, ഹോസ്പിറ്റലിൽ പോയി. ബാക്ക് സ്പാസമാണെന്ന് പിന്നീട് വിലയിരുത്തി അതിൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. മാത്രമല്ല, ബാറ്റ് ചെയ്യാൻ നാളെ ഇറങ്ങിയാലും ഒരുപക്ഷെ ബൗളിങ്ങിന് അദ്ദേഹം ഉണ്ടാകുമോ എന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നാളെ മാത്രമേ തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വാർത്ത കൂടി വരുമ്പോൾ ആശങ്ക തന്നെയാണ്. സോ ഇവിടെ രോഹിത് കളിക്കളത്തിന് പുറത്താണ്, കളിക്കുന്നില്ല. ബൂംറ പരിക്കേറ്റ് പുറത്ത്. അപ്പോൾ ഇന്ത്യയെ നയിക്കാൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കോഹ്ലിയല്ലാതെ മറ്റാര്. ഇന്ന് മികച്ച രൂപത്തിൽ അദ്ദേഹം ബൂംറയില്ലാത്ത ഇന്ത്യൻ ബൗളിംഗ് നിരയെ നയിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നോക്കുക, ഇപ്പോൾ ഇന്നത്തെ കളിയുടെ തുടക്കം മുതൽ അത്തരത്തിൽ തന്നെയാണ് നമ്മൾ കണ്ടത്. വളരെ പ്രൊആക്റ്റീവായിട്ടുള്ള വിരാട് കോഹ്ലിയെ നമ്മൾ കാണുന്നു. അദ്ദേഹം ബൂംറ അപ്പോൾ കളത്തിലുണ്ട്, എന്നാൽ പോലും അദ്ദേഹം നല്ല രൂപത്തിൽ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുന്ന കാഴ്ച കണ്ടു. സിറാജ് കോൺസസിനെ പറഞ്ഞു വിടുന്ന സമയത്തും മറ്റുമൊക്കെ വലിയ രൂപത്തിൽ കോഹ്ലി സന്തോഷം പ്രകടിപ്പിക്കുന്ന കാഴ്ച കണ്ടു. ദെൻ അതിനുശേഷം 2ാം സെഷനിലാണ് ബൂംറയ്ക്ക് പരിക്കേറ്റ് കളിക്കളത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വന്നത്. 31st ഓവർ കഴിയുന്ന സമയത്താണ് ബൂംറ കോഹ്ലിയെ ഇൻഫോം ചെയ്യുന്നത് താൻ പുറത്തു പോവുകയാണ് എന്ന്. ദെയറാഫ്റ്റർ കാര്യങ്ങൾ കോഹ്ലിയുടെ കയ്യിലായിരുന്നു. കോഹ്ലി ക്യാപ്റ്റൻ എന്ന നിലയിൽ അവിടെ ടോപ്പ് ഫോമിലായിരുന്നു. ബൗളേഴ്സിനെ അദ്ദേഹം എനർജൈസ് ചെയ്യുന്നു, ഫീൽഡ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഋഷഭ് പന്തുമായിട്ടും KL രാഹുലുമായിട്ടുമൊക്കെ നല്ല രൂപത്തിൽ ഇടപഴകിക്കൊണ്ട് ടീമിനെ എനർജൈസ് ചെയ്യുന്ന കാഴ്ച. ക്യാപ്റ്റൻ കോഹ്ലി വാസ് ബാക്ക് ഇൻ ആക്ഷൻ. അതാണ് നമ്മൾ പിന്നീട് സിഡ്നിയിൽ കണ്ടത്. ഓസ്ട്രേലിയയുടെ ലോവർ ഓർഡർ ബാറ്റിങ്ങിനെ തകർക്കുന്ന ഒരു കാഴ്ച. അലക്സ് ക്യാരിയുടെ ഡിസ്മിസലിന് ശേഷം കോഹ്ലി അഗ്രസീവായിട്ടുള്ള ഫീൽഡ് ഒരുക്കുന്നു. സ്ലിപ്പും ലെഗ് സ്ലിപ്പും ഒക്കെ രവീന്ദ്ര ജഡേജയ്ക്ക് വെബ്സ്റ്റർക്കെതിരെ പന്തെറിയാൻ വേണ്ടി അത്തരത്തിൽ അദ്ദേഹം ഫീൽഡ് ഒരുക്കുന്നു. ദെൻ ബൂംറ ബൗൾ ചെയ്യുന്നില്ല എന്ന കാര്യം ഓർക്കുക. നിതീഷ് കുമാർ റെഡ്ഡിയെ ഉപയോഗപ്പെടുത്തുന്നു. നിതീഷ് കുമാർ റെഡ്ഡി വരുന്നു, 4 ഓവർ സ്പെല്ല് വരുന്നു. അതിൻ്റെ റിസൾട്ട് ക്രൂഷ്യൽ വിക്കറ്റ്സ്. പാറ്റ് കമ്മിൻസിനെ പറഞ്ഞു വിടുന്നു, മിച്ചൽ സ്റ്റാർക്കിനെ പറഞ്ഞു വിടുന്നു. കോഹ്ലി അതിനുശേഷം പ്രസിദ്ധ കൃഷ്ണയിലേക്ക് തിരിയുന്നു. അദ്ദേഹം ഈ ടൂറിലെ തൻ്റെ ആദ്യ ടെസ്റ്റ് കളിക്കുകയാണ്. വെബ്സ്റ്ററുടെ വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ 3rd വിക്കറ്റായിട്ട് ക്ലെയിം ചെയ്യുന്ന കാഴ്ച. ഒരു ഓൾ ഔട്ട് അറ്റാക്കാണ് കോഹ്ലി ഇന്ത്യയുടെ ഫീൽഡിൽ ഒരുക്കിയിരുന്നത്. ദെൻ കോഹ്ലി സിറാജിനെ വിളിക്കുന്നു, സ്കോട്ട് ബോളണ്ടിനെ പറഞ്ഞു വിടുന്നു. ഇന്ത്യ ഓസ്ട്രേലിയ 181 ഓൾ ഔട്ടാക്കി കളയുന്നു. 4 റൺസിൻ്റെ ലീഡ് പിടിക്കുന്നു. ഇത് വലിയൊരു ലീഡല്ലെങ്കിൽ പോലും സൈക്കോളജിക്കലി വലിയൊരു അഡ്വാൻറ്റേജാണ് ആ ഘട്ടത്തിൽ ടീം ഇന്ത്യക്ക് നൽകിയിരുന്നത്. ആ ഘട്ടത്തിൽ SCG ശരിക്കും കണ്ടത് ഫ്രീക്വൻറ്റ് ഫീൽഡ് അഡ്ജസ്റ്റ്മെൻറ്റ്, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെ ബിറ്റ് ഓഫ് അഗ്രഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഈവൻ നദാൻ ലിയോ ആണ്, നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ടെസ്റ്റിൽ അദ്ദേഹം ലാസ്റ്റ് നിന്നിട്ട് നമുക്ക് പണി തന്നത്. സോ അദ്ദേഹം ക്രീസിൽ നിൽക്കുന്ന സമയത്ത് കോഹ്ലി സ്ട്രൈറ്റ്ലി ഒരു സ്റ്റമ്പിന് നേരെ അപ്രോച്ച് ചെയ്യുന്നതും ഒരു ഗ്ലയർ കൊടുക്കുന്നതും. അപ്പോൾ അങ്ങനെ താൻ അവിടെ ഉണ്ട്, കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ളൊരു പ്രസൻസ് കോഹ്ലി കാണിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും കിങ് കോഹ്ലിക്ക് ഇതിൽ അഭിനന്ദനം കൊടുക്കേണ്ടതുണ്ട്. കാരണം ബൂംറ ഇല്ല എന്നുള്ളൊരു നിരാശ അദ്ദേഹം പുറത്തു പോകുമ്പോൾ നമുക്കുണ്ടായിരുന്നു. ഇനി എങ്ങനെ കാര്യങ്ങൾ, ഈ ബൗളിംഗ് നിര ബൂംറ ഇല്ലെങ്കിൽ പിന്നെ എന്താണെന്നുള്ളത് നമുക്കറിയാം. എന്നിട്ടും അവരെ എനർജൈസ് ചെയ്ത് മാക്സിമം അവരെ യൂട്ടിലൈസ് ചെയ്ത് വിക്കറ്റുകൾ വീഴ്ത്തി ഓസ്ട്രേലിയക്ക് മേൽ സമ്മർദ്ദമുണ്ടാക്കാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കോഹ്ലിയുടെ നായകത്വത്തിൻ്റെ മികവ് നമ്മൾ എടുത്തു പറഞ്ഞേ പറ്റൂ. പക്ഷേ സംഗതി ശരിയാണ്, ബാറ്റിങ്ങിൽ അദ്ദേഹം വീണ്ടും നിരാശപ്പെടുത്തി. അതിൽ അദ്ദേഹവും നിരാശനാണ്. എന്നാലും നായകൻ കോഹ്ലിയുടെ ഈ സംഭാവന നമുക്ക് മറക്കാനാവില്ല. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ ക്സ് എത്താം.